അപ്പതാ നമ്മുടെ യു കെയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ പോവുകയാണ്. യു കെയിൽ നിന്ന് നോർത്ത് ഇന്ത്യൻസിനെ എത്രയും പെട്ടെന്ന് വാനിഷ് ചെയ്യിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്ന പരിപാടിയൊക്കെ അവർ അവസാനിപ്പിക്കാൻ പോവുകയാണ്. കാനഡയിലെ അവസ്ഥ നമുക്ക് അറിയാലോ. സിഖുകാർക്ക് കുറച്ച് സ്ഥലം കൊടുത്തതാ. സിഖുകാരെന്താ വെച്ചാൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അങ്ങനെ കയറി നിരങ്ങി. ഇപ്പൊ നമ്മുടെ താമസ് മാത്യു സാമുവൽ എന്താ മണവണാഞ്ചല്ലേ, അയാൾ ഇടക്കിടക്ക് പറയും പഞ്ചാബില് അതാ ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കുന്നു, സിഖുകാരൊക്കെ മതം മാറുക, എല്ലാവരും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞില്ലേ. സത്യമാണ്. കാനഡയിൽ അവർ പോയിട്ട് ഇവരെ സിക്കിസം വേണം, തേങ്ങാക്കൊല വേണം, എന്താണെന്ന് പറഞ്ഞിട്ട് ഇവിടെ തല്ലുണ്ടാക്കണല്ലോ. ആ ഒരു സാധനമല്ല. അവിടെ പോയിട്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ മതം സ്വീകരിച്ചുകൊണ്ട് ആ രാജ്യത്ത് കൂടാനുള്ള പരിപാടിയായിരുന്നു. ആ പാർലമെന്റിലടക്കം അവർക്ക് 4% അവർക്ക് അംഗത്വം ഉണ്ട്. അങ്ങനെ സിഖുകാരെ പിടിച്ച് ഇങ്ങനെ ആട്ടി ആട്ടി നിന്ന് അവസാനം കാനഡക്ക് പണി കിട്ടി. നോർത്ത് ഇന്ത്യൻസ് മൊത്തം അടിച്ച് കയറിയിട്ട് അവർക്ക് പെർമനന്റ് വിസയും വേണം, അത് വേണം, അത് വേണം എന്നൊക്കെ പറഞ്ഞതല്ല. പിന്നെ വേറൊരു ട്രിക്ക് ഉണ്ട്. ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ വിസ കാലാവധി കഴിയുമ്പോൾ അവിടെ തുടരണമെങ്കിൽ അവിടുത്തെ ഒരു പൗരനെ ആരെയും കല്യാണം കഴിച്ചാൽ മതി. കൂടുതൽ പൗരന്മാരെ കിട്ടുന്ന ആളുകൾ ഉണ്ട് കേട്ടോ. അതായത് ചെക്കന്മാരെ കിട്ടുന്ന ഒരു പരിപാടിയില്ലേ, അതൊക്കെ ഇപ്പോൾ കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ അതിലും വലിയ രസകരമായിട്ടുള്ള സംഭവം നടക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്ക് പെർമനന്റ് വിസ വേണമെന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കുക, യുദ്ധം ചെയ്യണം. അവർ യുദ്ധം റോഡിൽ ഇറങ്ങിയിട്ട് സമരം വിളിക്കുന്നത്. ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ബഹളം വെക്കണ പോലെ നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് ആ രാജ്യത്തിന്റെ സമാധാനം കളയല മക്കളെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം യു കെയിൽ നടന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു ഹോട്ടലിൽ കയറുന്നു, ഭക്ഷണം ചോദിക്കുന്നു. ഭക്ഷണം ചോദിച്ചപ്പോൾ അവർക്ക് ബീഫ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് തല്ല്. ബീഫ് കൊടുക്കാൻ പാടില്ലത്രേ. ഒന്ന് കാണാം. എന്തായാലും അടിപൊളി വാർത്തയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പേര് വാനോളം ഗോമത കീ കേക്കാം. In a shocking incident in the UK, a group of Indian men launched a violent attack on a local kebab shop after discovering beef on the menu. What started as a normal evening quickly escalated into chaos. The group reportedly confronted the staff, expressing outrage over the inclusion of beef, a meat considered sacred in certain Indian communities. Tensions flared, leading to an all-out attack on the premises. Police arrived to restore order, but the damage was already done. Local residents are now debating whether this act was driven by cultural sensitivity or sheer lawlessness. This incident highlights the challenges of cultural integration and respect in diverse communities. As the UK grapples with rising tensions, the question remains, how can we coexist peacefully amidst our differences? Do cultural beliefs justify such actions? Share your thoughts below. എന്റെ പൊന്നു മക്കളെ, വേറെ രാജ്യത്ത് പോയിട്ട് അവിടെ നിങ്ങൾക്ക് പശുവിന്റെ ഇറച്ചി തന്നു എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടില്ല പണി കിട്ടുന്നത് മനസ്സിലായില്ലേ. നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ പഞ്ചാബികൾക്ക് അല്ലെങ്കിൽ ഈ പരിപാടിയൊന്നും ഇല്ല, അവര് ബീഫൊക്കെ തിന്നും എന്ന് പറയുന്ന ഒരു കൂതറായി ഞാൻ കണ്ട് കമന്റ് ബോക്സിൽ. ആ പൊട്ടനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് അവർ നിങ്ങൾക്ക് എന്താണോ തരുന്നത് വെച്ചാൽ അത് തിന്നേണ്ടി വരും. അവിടെ അത് തിന്നണ്ടെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കേണ്ടി വരും. അത് വേറെ രാജ്യമാണ്, നിന്റെ രാജ്യമല്ലത്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിനക്ക് എന്ത് തോന്നിയാസം കാണിക്കുക എന്നുള്ള ഒരു ബോധം ഉണ്ടല്ലോ, അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറി ചെന്നുകൊണ്ടാവരുത്. കാനഡയിലും യു എസിലൊക്കെ നിരന്തരമായിട്ട് നിങ്ങളുടെ പ്രശ്നമാണ്. ഇവിടുന്ന് കയറി പോവുക യു കെക്ക്, എന്നിട്ട് അവിടെ ഇവരുടെ മതം വളർത്താൻ ശ്രമിക്കുക, ഇവരുടേതായ ആചാരങ്ങൾ നടത്താൻ ശ്രമിക്കുക. ഒരു കാനഡയനായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു പോസ്റ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ടുള്ളത്? പഠിക്കാനാണ് വന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുക, പോവുക. എന്തിനാണ് ഞങ്ങളുടെ രാജ്യത്ത് വന്ന് ഞങ്ങളുടെ രാജ്യത്തെ സമാധാനം കളഞ്ഞ് ഞങ്ങളുടെ രാജ്യത്ത് പുതിയ കൾച്ചറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടേതായ കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ കൾച്ചർ ഇവിടെ വെക്കേണ്ട. സ്ട്രീറ്റുകളിൽ എന്തിനാണ് നിങ്ങൾ ഇത്തരം വൃത്തികേടുകൾ കാണിക്കുന്നതെന്ന് പറയുന്നത്? ഇവിടെ നമ്മുടെ രാജ്യത്തുള്ള ആചാരങ്ങൾ മറ്റുള്ള രാജ്യക്കാർക്ക് ഇഷ്ടപ്പെടണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ രഥയാത്ര ഇവിടെ നടത്തിക്കോ. നിങ്ങൾ എന്തിനാണ് അവിടെ പോയി ചെയ്യുന്നത്? ഗണേശോത്സവം നിങ്ങൾ എന്തിനാണ് അവിടെ നടത്തുന്നത്? മലയാളികളോട് എനിക്കൊന്ന് പറയാനുണ്ട്, നമ്മളെല്ലാവരും കൂടിച്ചേരാൻ ഒരു അവസരമായിട്ട് നമ്മൾ കാണും എല്ലാത്തിനും. പക്ഷെ എന്തിനാണ് അവിടുത്തെ സ്ട്രീറ്റുകളിൽ പോയിട്ട് ഓണാഘോഷം നടത്തുക, കമ്പവലി, റോഡ് ഫുള്ള് വൃത്തികേടാക്കിയിട്ട് കമന്റ് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോ. ആ നാട്ടുകാരിട്ടുന്ന കമന്റാ ഇവരിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് പോയിട്ട് ഇവർ വൃത്തിയാക്കുമെന്ന് ചോദിക്കണത്. അപ്പൊ അടിയിലൊരുത്തൻ കമന്റ് ഇട്ടുക, ഇതൊക്കെ കാനഡ സർക്കാർ ചെയ്തോളുന്നു. അടിപൊളി. ഇനിയും കാനഡയിലെ തന്നെയാണ് മറ്റൊരു വീഡിയോ ആണ്. ഒരു ഇന്ത്യക്കാരൻ അവിടെയുള്ള ഒരു വയസ്സായ സ്ത്രീയോട് ചെയ്തതാണ്. ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വീഡിയോ ആണ്. ഒന്ന് കണ്ടോ. This is taking too long, man. I'm going to be late for work. Listen, let me explain something to you. This is real life. So whatever you listen to me. You're not getting in here because I'm the bus driver, right? Let me tell you something. Do your job right. Look at her. Look at her. Look at her. Look at her. Your job is to take us to I didn't ask you that. point A to Look at point her. B. Look at her. She's crying. Why are you being so mean? What if that was your mother and I did that? What if I did that to your mother? Now what? What if I pushed your mother like that? Would you like that shit? Well, I don't have a mother. All right, how about your grandmother? You don't have a grandmother either? You have a sister? All right, how about your sister? I push your sister. What's the difference? We don't talk. You don't talk. I wonder why.
You don't apologize, you're not on the bus. Your choice. Either apologize or you can walk. It's okay. No, it's not okay, ma'am. She says it's okay. You can either apologize or you can walk. Two things. Apologize, walk. What do you want to do? Apologize for what, dude? For pushing her. I didn't push you. Yes, ഓക്കെ, അയാൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഞാൻ അവരെ തള്ളിയിട്ടിട്ടില്ല, മാപ്പ് പറയാനും തയ്യാറല്ല എന്ന് പറയുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പേര് ഇങ്ങനെ എന്താ പറയുന്ന അറിയോ, ഇന്ത്യക്കാരല്ലെങ്കിൽ ഇങ്ങനെയാണ്, കൾച്ചർലെസ് ആണെന്നൊക്കെയാണ് കമന്റ്. ഇത് ഇന്ത്യക്കാരനാണ് എന്ന രീതിയിൽ വന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇനി അത് ഇന്ത്യക്കാരൻ അല്ല എന്ന് തന്നെ കൂട്ടുക. മറ്റുള്ള രാജ്യങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ആ രാജ്യത്തുള്ള ആളുകളോടും അവരുടെ സംസ്കാരത്തിനോടും നിങ്ങൾ നീതി പുലർത്തണം. ആ രാജ്യത്തിന്റെ നിയമത്തിനോട് നിങ്ങൾ വിധേയത്വം കാണിക്കേണ്ടതായിട്ടുണ്ടാവും. നിങ്ങൾക്ക് പുതിയൊരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പോൾ ബീഫ് കൊടുത്തു എന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുന്നുണ്ടല്ലോ, ആ രാജ്യം ബീഫോ പോർക്കോ എന്തോ തരും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് കഴിക്കാതിരിക്കുക. മറ്റു രാജ്യത്താണ് നിങ്ങളത് മനസ്സിലാക്കണം. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനല്ല. ഇത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറിയ സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്ത് കിടന്ന് നിങ്ങൾ ഇട്ടവട്ടത്ത് കാട്ടുന്ന കോമാളിത്തരും പ്രായത്തങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ചെയ്യരുത്. വിദ്യാഭ്യാസം നേടാനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ വലിയ വിദ്യാഭ്യാസം കിട്ടിയില്ലേ, അത്ര വിദ്യാഭ്യാസം കിട്ടിക്കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലായിട്ട് വന്ന് ഇന്ത്യയിൽ ജോലി ചെയ്യും. എന്താ ചില ആളുകൾ പറയുന്ന ആ രാജ്യക്കാർക്ക് ജോലിയില്ല എന്ന്. കാരണം അത്ര ലക്ഷക്കണക്കിന് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ, അവർക്ക് വർക്ക് പെർമിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുക. വർക്ക് പെർമിറ്റ്സ് കട്ട് ചെയ്തു കാനഡ. അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഇനി വിസ കിട്ടില്ല. ഈ പഠിക്കുക പോരുക, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ജോലി എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. അവർക്ക് അത്ര പൊറുതി പൊട്ടിയത് കൊണ്ടാണ്. ഖലിസ്ഥാനികൾ കിടന്ന് തല്ലുണ്ടാക്കുന്നു, ഇന്ത്യൻ പതാക കീറിപ്പൊളിക്കുന്നു, സംഘികൾ ഇത് ചോദ്യം ചെയ്യുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ ഇതിന്റെ ആവശ്യം? ഇതിപ്പോ സൗത്ത് ഇന്ത്യൻസിന്റെ കുറച്ച് വീഡിയോസ് കുറെ ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ അവരുടെ സമാധാനം കളയരുത്. ആ രാജ്യത്ത് ജീവിക്കുന്ന ആളുകളെ നിങ്ങൾ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത്? നമ്മുടെ നാട്ടിൽ കുറെ ബംഗാളികൾ ഫാമിലി ആയിട്ട് കൂട്ടമായി വന്ന് എവിടെയെങ്കിലും നിന്നുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുക. നമ്മളെ ബുദ്ധിമുട്ടിക്കൽ എങ്ങനെയാ? രാത്രി ബഹളം വെക്കുക, നമ്മൾ ഉറങ്ങുന്ന സമയത്തും ബഹളം വെക്കുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാനഡയിൽ സംഭവിച്ചിട്ടുണ്ട്. അവരുറങ്ങുന്ന സമയത്താണ് ബഹളം, ചെണ്ടകൊട്ടും തേങ്ങാക്കൊലയും മാങ്ങാക്കൊലൊക്കെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാ ഊളത്തരങ്ങളും നടക്കും എന്ന് കരുതി മറ്റുള്ള സ്ഥലത്ത് പോയിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ല പണിയൊക്കെ കിട്ടും. അവർ എത്ര മാന്യരായതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ബംഗാളികൾ ഇമാതിരി കാട്ടിക്കൂട്ടിൽ കാണിച്ച എന്താ അവസ്ഥ? അടിച്ചു ഓടിക്കും. ഇവിടെ മുന്നേ നമ്മൾ ഈ ഗണേശോത്സവം നടത്തുന്ന ഒരു പരിപാടി, ഇവിടെ കുറെ ബംഗാളികൾ ഹിന്ദിക്കാരുണ്ടായിരുന്നു. ഈ ഹിന്ദിക്കാരെ എടപ്പാളിലൂടെ കൊണ്ടുപോയിട്ട് പൊന്നാനി കടലിൽ കൊണ്ടിട്ടിടും. ഈ പൊന്നാനി കടലിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മത്സ്യബന്ധനം ഉണ്ട്. അതൊരു ബീച്ച് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ടൂറിസം മേഖല ഒന്നുമില്ല. അവിടെ കൃത്യമായിട്ട് മത്സ്യബന്ധനം നടത്തുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരിക്കൽ ഇവരെല്ലാവരും കൂടെ അത് കടലിൽ കൊടുത്തിട്ട് ഇവർ പോയി. പിറ്റത്തെ തവണ ഇവർ നടത്താൻ ശ്രമിച്ചപ്പോൾ കൃത്യമായി പോലീസിൽ ഇടപെടലുകൾ നടത്തി, കോസ്റ്റൽ ഗാർഡ് ഇടപെടൽ നടത്തി. ഈ പരിപാടി ഇവിടെ നടക്കൂല. കാരണം അവരുടെ നോർത്ത് ഇന്ത്യയിലെ പോലെയല്ല ഇവിടുത്തെ കടലുകൾ. നമ്മൾ കൃത്യമായിട്ട് മത്സ്യബന്ധനത്തിന് ഉപജീവന മാർഗമായിട്ട് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. അത് അവസാനിപ്പിച്ചു. കേരളത്തിൽ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ പൊന്നാനി ഞങ്ങളുടെ എടപ്പാൾ ഭാഗത്ത് ഞങ്ങളത് അവസാനിപ്പിച്ചു. എന്തുകൊണ്ട് അവസാനിപ്പിച്ചു? അത് നോർത്തിൽ നടക്കുന്ന ഒരു വിശ്വാസമാണ്. നോർത്തിൽ നടക്കട്ടെ, ഇവിടെ സൗത്തിലേക്ക് വരേണ്ട കാര്യമില്ല. വന്നാൽ തന്നെ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാവരുത്. ഇപ്പൊ കാനഡയിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ഉളത്തരം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട്, അത് ഒരു വൃത്തികെട്ട പരിപാടിയല്ലേ? നിങ്ങൾ പഠിക്കാനാണെങ്കിൽ പഠിക്കുക, വരിക. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേ പരിപാടി ചെയ്യണത് ശരിയല്ല. മറ്റുള്ള നല്ല രീതിയിൽ പഠിച്ച് ജോലിയെടുത്ത് കുടുംബം നോക്കുന്ന ആളുകൾക്ക് പോലും എന്തുണ്ടാവുന്നുണ്ട്? വൃത്തികെട്ട അനുഭവം ഉണ്ടാവുന്നുണ്ട്. കനേഡിയൻസിന് ഇന്ത്യക്കാരെ കാണുമ്പോൾ എങ്ങനെ കാണുക അറിയോ? അത് എന്ന രീതിയിലാണ്. അത്രേ ഉള്ളൂ. എന്തിനാണോ ഏറെ പറയുന്നത്? ബംഗാളികൾ എന്ന് പറയുന്ന ഈ ആളുകളിൽ, ഇനി ഹിന്ദി പറയുന്ന ആരാണെങ്കിലും നമ്മളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോയി നോക്കിയാൽ മതി. അറബികൾ അവരെ ട്രീറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് അറിയോ? അത് എന്ന രീതിയിലാണ്. മലയാളികൾ അടിപൊളി എന്ന് തന്നെയാണ് പറയുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വൃത്തികേടും പറയാറില്ല. ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. നിങ്ങളുടെ രാജ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ വിദ്യാഭ്യാസം നേടിയിട്ട് എന്താണ് ഈ രാജ്യത്തിന് നേടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അത് ഇവിടെ വന്ന് നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും നല്ലത്. വൃത്തികേടുകൾ ചെയ്യാതെ, നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാതെ, ആ നാട് നശിപ്പിക്കാതെ, നിങ്ങളുടെ കൾച്ചർ അവിടെ അടിച്ചേൽപ്പിക്കാതെ, മറ്റുള്ള ആളുകൾ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കുന്ന ആളുകളോട് സല്യൂട്ട് ഞാൻ തരാം. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നശിപ്പിക്കുന്ന ഒരു കൂട്ടം നോർത്ത് ഇന്ത്യൻസിലുണ്ട്. ഈ കേരളം പോലെ അവർ തുപ്പി നിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു മുറുക്കാന്റെ പാൻ മസാലകൾ വിൽപ്പന നടത്തുന്നവരാ. അവർ വാങ്ങി ആ റോഡ് സൈഡ് മുഴുവൻ തുപ്പി നടക്കുന്നത് കണ്ടിട്ടില്ലേ? നമുക്കൊന്നും ചോദ്യം ചെയ്യാൻ പോലും ധൈര്യമില്ല എന്നുള്ളതാണ്. അവരുടെ ആ ഒരു ഇതിവിടെ കൂടുതലാണ്. അതുകൊണ്ടാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഈ വിഷയം ഇൻഫർമേറ്റീവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അടിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.